സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ പുതിയ പ്രഭാതത്തിൽ വലിയവനായ ദൈവത്തിൻ്റെ അരികിലേക്ക് ചെന്ന് ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ദിവസം എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 86-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: നീ വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമല്ലോ, നീ മാത്രം ദൈവമാകുന്നു. വലിയവനായ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവിടുത്തെ മുൻപാകെ അസാധ്യതകളില്ല. നമ്മെ മനുഷ്യരാക്കുന്നത് നമ്മുടെ അസാധ്യതകളാണ്. എല്ലാം സാധ്യമായിരുന്നുവെങ്കിൽ നാം ഒരിക്കലും മനുഷ്യരായി നിൽക്കയില്ലായിരുന്നു. ദൈവത്തെ ദൈവമാക്കുന്നത് ദൈവത്തിൻ്റെ സാധ്യതകളാണ്. ദൈവത്തിന് മുൻപാകെ അസാധ്യതകളില്ല. അതുകൊണ്ടാണ് ദൈവം ദൈവമായിരിക്കുന്നത്. എന്നാൽ അനേക പുരാണങ്ങളിലും അനേക മതസംഹിതകളിലും നാം കാണുന്നത് അവരൊക്കെ എഴുതി വച്ചിരിക്കുന്ന ദൈവങ്ങൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്. കേവലം മനുഷ്യരെ പോലെയുള്ള പരിമിതികൾ അവരിൽ കാണുന്നു. എന്നാൽ ഏക സത്യ ദൈവം പരിമിതികൾക്ക് അതീതനാണ്. അവിടുത്തെ മുൻപാകെ അസാധ്യതകളില്ല. ദൈവം അത്ഭുതവാനായ ദൈവമാണ്. അങ്ങനെയെങ്കിൽ അവിടുന്ന് ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? ചില വർഷങ്ങൾക്ക് മുൻപ് കേണൽ ജെയിംസ് ഇർവിൻ പ്രസിദ്ധമായ മാരാമൺ കൺവെൻഷനിൽ വന്ന് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം ചില വർഷങ്ങൾക്ക് മുൻപ് ചന്ദ്രനിലേക്ക് പോയ ഗഗനസഞ്ചാരികളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന വാനശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ചന്ദ്രനിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുകൾ ഒക്കെ അവിടെ പ്രദർശിപ്പിച്ചു. ചന്ദ്രനിലെ വിവിധ കാര്യങ്ങൾ അദ്ദേഹം അവിടെ വിവരിക്കുകയുണ്ടായി. എന്നാൽ അദ്ദേഹം പറഞ്ഞതായ ഒരു കാര്യം വളരെയേറെ ശ്രദ്ധേയമാണ്. അതിങ്ങനെയാണ്: മനുഷ്യൻ ചന്ദ്രനിലേക്ക് പോയത് ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യമാണ്. കാരണം ഭൂമിയിൽ നിന്ന് ലക്ഷക്കണക്കിന് മൈലുകൾ അപ്പുറത്തുള്ളതായ മറ്റൊരു ഗോളത്തിലേക്ക് മനുഷ്യൻ കാലുകുത്തി എന്ന് പറയുന്നത് അത്ഭുതകരമായ കാര്യമാണ്. എന്നാൽ അതിനേക്കാൾ അത്ഭുതകരമായ കാര്യം സ്വർഗത്തിൽ അധിവസിക്കുന്നവനായ ദൈവം ഒരു മനുഷ്യനായി ജനിച്ച് ഈ ഭൂമിയിലേക്ക് കാലുകുത്തി എന്നുള്ളതാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. വാസ്തവത്തിൽ അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ദൈവം ഒരു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണു. അത്രമാത്രം അത്ഭുതകരമായ മറ്റൊരു കാര്യവും ലോകത്തിൽ ഇന്നേ വരെ സംഭവിച്ചിട്ടില്ല. അവിടുന്ന് മനുഷ്യനായി ലോകത്തിലേക്ക് ജനിച്ചു വീണപ്പോൾ നാം വായിക്കുന്നത്, ശരീരം കൊണ്ട് അവിടുന്ന് മനുഷ്യനും ആത്മാവ് കൊണ്ട് അവിടുന്ന് ദൈവവുമായിരുന്നു. എന്തിനാണ് അവിടുന്ന് ഇങ്ങനെ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്? വലിയവനായ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി നിൽക്കുവാൻ, പാപിയായ മനുഷ്യനെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുവാൻ, ഏക മധ്യസ്ഥനായി നിലകൊള്ളുവാൻ വേണ്ടിയാണ് അവിടുന്ന് ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. ആ സ്ഥാനത്ത് വരുവാൻ മറ്റൊരു മനുഷ്യനും സാധ്യമല്ലായിരുന്നു. കാരണം എല്ലാ മനുഷ്യരും ഒരുപോലെ ദ്രവത്വമുള്ളവരാണ്. എല്ലാ മനുഷ്യരും ജനിച്ചു വീഴുന്നത് പാപികളായിട്ടാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യന് എങ്ങനെ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥരായി നിൽക്കുവാൻ സാധിക്കും? എന്നാൽ പാപമില്ലാത്ത ഒരുവൻ വലിയവനായ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥരായി നിലകൊള്ളുവാൻ ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഒരു മനുഷ്യനായി ഈ ലോകത്തിൽ ജനിച്ചു വീണത്. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. സങ്കീർത്തനത്തിൽ നാം വായിച്ചതുപോലെ, നീ വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനുമല്ലോ, നീ മാത്രം ദൈവമാകുന്നു. നാം ആരാധിക്കുന്ന ദൈവം ഏതെങ്കിലും ഒരു സമയത്ത് ഉണ്ടായി വന്നവനോ ഏതെങ്കിലും ഒരു സമയത്ത് ഇല്ലാതെയാകുന്നവനോ അല്ല. അവിടുന്ന് അനാദിയായും ശാശ്വതമായും ദൈവമാണ്. ആ ദൈവത്തെ മറ്റൊന്നിനോടും തുലനപ്പെടുത്തുവാൻ സാധ്യമല്ല. അങ്ങനെ ചെയ്യുന്നത് തന്നെ പാപമാണ്. കാരണം അവിടുന്ന് അഖിലാണ്ടം നിറഞ്ഞു നിൽക്കുന്ന തേജോപുഞ്ചമാണ്. അവിടുത്തെ മറ്റെന്തിനോടും ഉപമിക്കുവാൻ സാധ്യമല്ല. ആ ദൈവം ഒരു മനുഷ്യനായി ലോകത്തിലേക്ക് ജനിച്ചു വീണു. സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിന് പരിഹാരമായി പാപമെന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത പരിശുദ്ധനായ അവിടുന്ന് കാൽവരി ക്രൂശിൽ ഒരു യാഗമായി അർപ്പിക്കപ്പെട്ടു. അവിടുത്തെ വിലയേറിയ രക്തം സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിന് പരിഹാരമായി ചിന്തി. ആ കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു. എന്നാൽ 3-ാം നാൾ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപക്ഷമ ലഭിക്കുന്നു, അവർക്ക് നിത്യജീവൻ ലഭിക്കുന്നു. നിത്യമായ നരകാഗ്നിയിൽ നിന്ന് അവർ വിടിവിക്കപ്പെട്ട് നിത്യമായ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി തീർന്നു. ആ യേശു ക്രിസ്തുവിനെ വിശ്വാസത്താൽ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും അത്ഭുതകരമായ രക്ഷ സൗജന്യമായി ലഭിക്കുന്നു. അത്ഭുതവാനായ ദൈവം നൽകുന്ന അത്ഭുതകരമായ രക്ഷ സൗജന്യമായി പ്രാപിച്ചുകൊണ്ട് ദൈവമക്കളായി ജീവിപ്പാൻ കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ജീവന്റെ പുതുക്കത്തിലും സന്തോഷത്തിലും അനുദിനം വർദ്ധിച്ചു വരുവാൻ നിത്യവും ശ്രവിക്കൂ സ്വർഗീയ നാദം, ദ ഹെവൻലി വോയിസ്. സ്നേഹത്താൽ ബന്ധിച്ചു ജീവൻ പകർന്നെന്നിൽ, സ്നേഹത്താൽ ബന്ധിച്ചു ജീവൻ പകർന്നെന്നിൽ, ജീവിതം നൽകിയോനേ
ദൈവസ്നേഹം വർണ്ണിപ്പാനാവതല്ലേ, ദൈവസ്നേഹം വർണ്ണിപ്പാനാവതല്ലേ. എത്രയോ അത്ഭുതമേ ദൈവസ്നേഹം വർണ്ണിപ്പാനാവതല്ലേ. എത്രയോ അത്ഭുതമേ ദൈവസ്നേഹം വർണ്ണിപ്പാനാവതല്ലേ, ദൈവസ്നേഹം വർണ്ണിപ്പാനാവതല്ലേ.